നമ്മുടെ രാജ്യത്തിന് ആപത്തുണ്ടാക്കുന്ന, രാജ്യത്തിന് നാശം വിതക്കുന്ന ഭാവി തലമുറക്ക് തെറ്റായ വിവരങ്ങൾ കൈമാറുന്ന പുതിയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാനാവില്ല. മുഖ്യമന്ത്രി ഇത് പറഞ്ഞത് 8 മാസം മുൻപ് SFIയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിലാണ്. വിദ്യാഭ്യാസ മന്ത്രി ഇത് കഴിഞ്ഞും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെയും PM ശ്രീയുടെയും ഗൂഢലക്ഷ്യങ്ങൾ കേരളത്തെ ഉത്ബോധിപ്പിച്ചുകൊണ്ടേയിരുന്നു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഒപ്പുവയ്ക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് നയം വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കുക എന്ന് പറഞ്ഞാൽ NEPയിൽ ഒപ്പുവയ്ക്കുന്നതിന് തുല്യമാണ്. ഒപ്പിടണോ വേണ്ടതെന്ന് അതാത് ഗവൺമെന്റിൽ തീരുമാനിക്കേണ്ടത്. ഇന്ന കാര്യം നിങ്ങൾ ചെയ്യണമെന്ന് മാൻഡേറ്റ് തരാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിലില്ലല്ലോ. ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേരള സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ഉണ്ട്. ആ ഗവൺമെന്റ് നയമുണ്ട്. ഗവൺമെന്റ് മത്സരിച്ചത് ഒരു പ്രകടന പത്രിക മുന്നേ വെച്ചുകൊണ്ടാണ്. ആ പ്രകടന പത്രികയിൽ ഈ ദേശീയ വിദ്യാഭ്യാസ നയമൊന്നുമില്ല. അതുകൊണ്ട് അതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഇതേ ശിവൻകുട്ടി ആരും അറിയാതെ, പാർട്ടി അറിയാതെ, മുന്നണി അറിയാതെ അതീവ രഹസ്യമായി പദ്ധതിയിൽ ഒപ്പുവെച്ച ശേഷം കേരളത്തോട് ചോദിച്ച ചോദ്യം ഐതിഹാസികമാണ്. ഈ NEPയിൽ എന്താണ് കുഴപ്പം? ഒന്ന് പറഞ്ഞേ. NEPയിൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞു. ഞാൻ എന്റെ അഭിപ്രായം മാറ്റി. ഒക്ടോബർ 24-ന് മന്ത്രി ശിവൻകുട്ടി കേരളത്തോട് ചോദിക്കുകയാണ് NEPക്ക് എന്താണ് കുഴപ്പമെന്ന്. വെറും 3 ദിവസം മുൻപ് ശിവൻകുട്ടിയുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കേരളത്തോട് പറഞ്ഞത് എന്താണ് എന്നറിയാമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യാൻ പോവുകയാണ്. ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും കഴിയും. കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ഈ NEP അത് കേരളം അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ തള്ളിക്കളയുകയാണ്. ഈ ഡയലോഗ് അടിക്കുമ്പോൾ MA ബേബിക്ക് അറിയാമായിരുന്നോ കേരളം പദ്ധതിയിൽ ഒപ്പുവെക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞുവെന്ന്? അതറിഞ്ഞുകൊണ്ട് CPM ജനറൽ സെക്രട്ടറി പ്രസ്താവന നടത്തി കേരളത്തെ കബളിപ്പിച്ചതാണോ? അതോ CPMന്റെ ജനറൽ സെക്രട്ടറി പോലും അറിയാതെയാണോ PM ശ്രീ പദ്ധതിയിൽ പിണറായി സർക്കാർ ഒപ്പുവെച്ചത്? ആരോരും അറിയാതെ പിണറായിയും ശിവൻകുട്ടിയും PM ശ്രീയിൽ ചേർന്നതിൽ CPI നാണം കെട്ടു എന്നാണ് രാഷ്ട്രീയ കേരളത്തിന്റെ ചർച്ചാ വിഷയം. അപ്പോൾ CPM ജനറൽ സെക്രട്ടറിയോ? CPM ജനറൽ സെക്രട്ടറിക്ക് നാണമില്ലേ? പാർട്ടി ജനറൽ സെക്രട്ടറി ദേശീയ വിദ്യാഭ്യാസ നയം ഒരു കാരണവശാലും നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊപ്പിടാനുള്ള MOU തയ്യാറാക്കി കഴിഞ്ഞിരുന്നു പിണറായി സർക്കാർ. 3-ാം ദിവസം ആ നയം നടപ്പാക്കേണ്ടത് എങ്ങനെയെന്ന് അറിയാമെന്ന് നിന്ന നിൽപ്പിൽ മലക്കം മറിയേണ്ടി വന്നു ജനറൽ സെക്രട്ടറിക്ക്. നാണമുണ്ടോ സഖാവെ ഒരു നിലപാടെടുക്കാൻ എന്ന് CPIയോടാണോ, CPM ജനറൽ സെക്രട്ടറിയോടാണോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടാണോ കേരളം ചോദിക്കേണ്ടത്? കേരളത്തെ രാഷ്ട്രീയമായി വഞ്ചിച്ച ഈ നടപടിക്ക് കളമൊരുക്കിയത് ആരാണ്? എന്തിനാണ്? ശരിക്കും ഈ അന്തർധാരയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്?